നമസ്തേ. നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലിൽ ഒടുവിൽ ഭാരതം തകർക്കാൻ പ്ലാനിട്ട ആ കൊടും ഭീകരവാദിയെ ഇന്ത്യയിലെത്തിച്ചു. വഴികളെല്ലാം അടച്ച് ഇന്ത്യയിലേക്കുള്ള വരവ് ഭേദിക്കാൻ ശ്രമിച്ച റാണയെ ഇന്ത്യയിലെത്തിച്ചത് ട്രംപിന് മോദിയോടുള്ള ആത്മബന്ധം കൊണ്ട് മാത്രമെന്നതാണ് ഇവിടെ ശ്രദ്ധേയം. NIA ചോദ്യം ചെയ്യൽ തുടരവെ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുകയാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ ഭാരതത്തെ നശിപ്പിക്കാനുതകുന്ന വലിയ പ്ലാനുകൾ നടത്തിയിരുന്നുവെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. ജൽവായു വിഹാറും ഹരിദ്വാറിലെ കുംഭമേളയും പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വ്യോമസേന, നാവികസേന അംഗങ്ങളുടെ പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വിവിധയിടങ്ങളിൽ ആക്രമണങ്ങൾ നടത്താനും ഭീകരർ പദ്ധതിയിട്ടിരുന്നു. ഹരിദ്വാറിലെ കുംഭമേള, രാജസ്ഥാനിലെ പുഷ്കർ മേള, ജൽവായു വിഹാർ, അങ്ങനെ നീളുന്നു ഇവരുടെ ലിസ്റ്റ്. കേരളത്തിൽ കൊച്ചിയിൽ യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യാനും റാണ പദ്ധതിയിട്ടിരുന്നു. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സന്ദീപ് ഉണ്ണിത്താന്റെ വെളിപ്പെടുത്തൽ നിർണായകമാണ്. മുംബൈയിലെ ജൽവായു വിഹാർ ആക്രമിക്കാൻ റാണ പദ്ധതിയിട്ടിരുന്നു. അതിനായി 2010 പൊവയിലെ ഒരു ഹോട്ടലിൽ താമസിച്ച് പാർപ്പിട സമുച്ചയം നിരീക്ഷിച്ചു വന്നിരുന്നു. ജൽവായു വിഹാർ ആക്രമിക്കാൻ തനിക്ക് പദ്ധതിയുണ്ടെന്ന് റാണ മുംബൈ ഭീകരാക്രമണത്തിന് പ്രധാന പങ്കുവഹിച്ച പാകിസ്ഥാനി അമേരിക്കൻ ദാവൂദ് ഗിലാനിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് എക്സ് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ തഹാവൂർ റാണയെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ എത്തിക്കുമ്പോൾ നമ്മൾ അറിയണം ആരാണ് റാണയെന്ന്. ക്രൂരതയുടെ മുഖവുമായി നടക്കുന്ന റാണയുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നുവെന്ന്. മലയാളി യുവാക്കളെ, പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസികളായ യുവാക്കളെ ഭീകരവാദികളാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു റാണ കേരളത്തിലെത്തിയത്. റാണ തന്റെ ലക്ഷ്യം കണ്ടോ എന്നത് ഇനിയുള്ള ചോദ്യം ചെയ്യലുകളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് തഹാവൂർ റാണ. ഇയാൾ എന്തിന് കൊച്ചിയിലെത്തി താമസിച്ചു എന്നതിനുള്ള ഉത്തരമായിരുന്നു നമ്മളുടെ മലയാളി യുവാക്കൾ എന്നത്. ഇയാൾ ആരെയൊക്കെയാണ് കണ്ടത്? കൊച്ചിയിൽ പ്രാദേശിക സഹായം വല്ലതും ലഭിച്ചിരുന്നോ? എന്തെങ്കിലും പണമിടപാടുകൾ ഇവിടെ നടത്തിയിരുന്നോ? തുടങ്ങി കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. 2008 നവംബർ 26 മുതൽ 2 ദിവസം നീണ്ട മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ തേടുന്ന സുപ്രധാന വിവരങ്ങളിൽ ഇവയും പെടും. തഹാവൂർ റാണ കൊച്ചിയിലെത്തി താമസിച്ചതിന് തെളിവുകളുണ്ട്. കൊച്ചി പോർട്ടസ്, ഷിപ്പ്യാർഡ് തുടങ്ങിയ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ റാണ സന്ദർശനം നടത്തി എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ അക്കാലത്ത് പുറത്തു വന്നിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ഇന്ത്യൻ സംഘം US-ലെത്തി ചോദ്യം ചെയ്തപ്പോൾ റാണയ്ക്കെതിരെ നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു. 2008 നവംബർ പകുതിയോടെയാണ് റാണ കൊച്ചിയിലെത്തിയതും താജ് ഹോട്ടലിൽ താമസിച്ചതെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യത്തിൽ തങ്ങൾ വിശദമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിലും റാണയെ പിടികൂടാൻ സാധിക്കാതിരുന്നതിനാൽ അക്കാലത്ത് വിവരങ്ങൾ ലഭിക്കൽ പ്രയാസമായിരുന്നു. US-ൽ നിന്ന് ഇത്തരമൊരു കുറ്റവാളിയെ വിട്ടുകിട്ടുക ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ടും റാണയെ ഇന്ത്യ നേടിയെടുത്തതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തം, സ്പഷ്ടം. റാണ ആരോഗ്യകാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി US സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 2011 തന്നെ റാണയെ ഉൾപ്പെടുത്തി കുറ്റപത്രം നൽകിയിരുന്നതാണ്. എന്നാൽ 14 വർഷങ്ങളെടുത്തു വിട്ടുകിട്ടാൻ. തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാനായത് വലിയ വിജയം തന്നെയാണ്. പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കുന്ന മറ്റു ഗൂഢാലോചനക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ റാണ നമുക്ക് അത്യാവശ്യമാണ്. തഹാവൂർ റാണയെ US-ൽ നിന്നും ഡൽഹിയിലെത്തിച്ചത് ചാർട്ടേഡ് ബിസിനസ് ജെറ്റിലാണ്. ഗൾഫ് സ്ട്രീം G550 എന്ന വിമാനം വിയന്ന ആസ്ഥാനമായുള്ള ചാർട്ടേഡ് സർവീസ് സ്ഥാപനത്തിൽ നിന്ന് വാടകയ്ക്കെടുത്താണ് കൊണ്ടുവരുന്നത്. അതായത് ഹൈ സ്റ്റാൻഡേർഡ് ലെവൽ സ്വീകരണം. തീർച്ചയായും ഹൈ ലെവൽ സ്വീകരണത്തിൽ തന്നെ ആ ഭീകരവാദിയെ ഇന്ത്യയിലെത്തിക്കണം. ആ സുഖ സൗകര്യങ്ങൾ അറിഞ്ഞ ശേഷം വേണം അയാൾ താൻ ചെയ്ത തെറ്റ് എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ. ദേശസ്നേഹമുള്ള ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിനെ മരവിപ്പിച്ച സംഭവമായിരുന്നു മുംബൈ ഭീകരാക്രമണം. തീർച്ചയായും റാണയെ ഇന്ത്യക്ക് കൈമാറിയത് ഓരോ ഇന്ത്യക്കാരനും സന്തോഷമുണ്ടാക്കും. കാരണം എന്തെന്നാൽ റാണയുടെ ജീവൻ ഒടുങ്ങേണ്ടത് ഇന്ത്യയിൽ തന്നെയാണ്. റാണയുടെ ശിക്ഷ നടപ്പാക്കേണ്ടത് ഇന്ത്യയിൽ തന്നെയാണ്. എന്തെന്നാൽ മനസാക്ഷിയെ ഞെട്ടിച്ച മുംബൈ ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്ക് മുന്നിട്ടു നിൽക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ വെൽ പ്ലാൻഡായ രീതിയിലാണ് തഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണം നടത്തുന്നത്. 2008 നവംബർ 26 10 പാകിസ്ഥാൻ ഭീകരർ കടൽ വഴി മുംബൈയിലെത്തി ഛത്രപതി ശിവജി മഹാരാജാസ് ടെർമിനസ്, താജ് ഹോട്ടൽ, ട്രൈഡൻ ഹോട്ടൽ, ചബാദ് ഹൗസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി 166 പേരെ കൊലപ്പെടുത്തി. 300-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. റാണ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ 26/11 ആക്രമണത്തിന് മുൻപ് 231 തവണ വിളിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രകളിൽ റാണ 8 തവണ രഹസ്യമായി സ്ഥലങ്ങൾ നിരീക്ഷിച്ചു.
തുടർന്നാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നുതള്ളിയത്. ഭാരതത്തിന്റെ കോടതിയിൽ റാണയ്ക്ക് മാപ്പില്ല. റാണയെ സപ്പോർട്ട് ചെയ്യുന്ന, റാണയെ പ്രതിനിധീകരിക്കുന്ന എല്ലാ നരാധമന്മാരും തയ്ച്ചു വെക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു.